Hi friends, welcome back to our channel. EyePlus TV unboxing video ഉണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിനകത്ത് VLCplayer ഇൻസ്റ്റാൾ ആകുമെന്ന്. ആദ്യമേ ഞാനും കരുതി ഇത് വർക്ക് ആവത്തില്ലെന്നാ. കാരണം എന്താ വെച്ചാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് ഇത് ലിസ്റ്റ് ചെയ്തുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല APK ഫയൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. എന്നിട്ടും അത് വർക്ക് ആയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു യൂസറിന്റെ കമന്റ് ഞാൻ ശ്രദ്ധിച്ചത് ആപ്റ്റോഡ് എന്ന് പറഞ്ഞ ടൂളിനെ കുറിച്ച്. ആപ്റ്റോഡ് യൂസ് ചെയ്ത് നമുക്ക് VLCplayer ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. യെസ്, നമുക്കത് സാധിക്കും. നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെയാണ് VLCplayer നമ്മുടെ EyePlus TVയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്? കമോൺ, ഞാൻ കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കാം. എന്നിട്ട് അതിനകത്ത് VLCplayer എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. VLC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് എഴുതി കാണിക്കുന്നത് VLC ബെഞ്ച് എന്നൊരു ആപ്ലിക്കേഷനാണ്. ആക്ച്വലി ഇതൊരു പ്ലെയർ ഒന്നുമല്ല, മറ്റെന്തോ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഞാൻ മുൻപ് പറഞ്ഞ ആപ്റ്റോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതാണ് ആപ്റ്റോഡ്. ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസും ഗെയിംസും നമുക്ക് ഇഷ്ടംപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ സ്റ്റോർ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് VLCplayer എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റിൽ തന്നെ നമുക്ക് കാണിക്കും VLC ഫോർ ആൻഡ്രോയിഡ്. അതാണ് നമുക്ക് വേണ്ടുന്നത്. ആ ഓപ്ഷനിലേക്ക് കയറുക, ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക, നമ്മളുടെ TVയിലേക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാളേഷൻ നടക്കും. APK ഫയലല്ല, ഡയറക്റ്റ് ഇൻസ്റ്റാളേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് VLCplayer നമ്മളെ TVയിൽ കണ്ടിന്യൂ ചെയ്യാം. ഈ ആപ്റ്റോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ VLCplayer പോലെ ഒരുപാട് മികച്ച മീഡിയ പ്ലേയേഴ്സും അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് ഗെയിംസും അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടം പോലെ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഗെയിംസ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, കാരണം നമ്മുടെ TVയുടെ ലിമിറ്റേഷൻ നമുക്ക് അറിയാമല്ലോ. അന്നേരം TVയുടെ മെമ്മറി സൈസൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട്. ഈ ആപ്റ്റോഡ് ഇനി എങ്ങനെയാണ് നമുക്ക് TVയിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലായിട്ട് ഒരു ഡിവൈസിൻ്റെ ഹെൽപ്പില്ലാതെ നമ്മളുടെ TVയുടെ തന്നെ ഡിഫോൾട്ട് ബ്രൗസറായ ഓപ്പൺ ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമുക്ക് TVയിലേക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിനകത്ത് ആപ്റ്റോയിഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ആപ്റ്റോയിഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് തരും. ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് നിന്ന് ആപ്റ്റോയിഡിൻ്റെ ഡൗൺലോഡ് APK സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആപ്റ്റോയിഡിൻ്റെ APK ഫയൽ നമ്മുടെ TVയിലേക്ക് ഡൗൺലോഡ് ആവും. ഈ APK ഫയൽ നമുക്ക് പിന്നീട് ഇൻസ്റ്റാൾ ചെയ്ത് ആവശ്യത്തിനുള്ള പെർമിഷനും കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളെ TVയിൽ സെറ്റാക്കാം. പിന്നെ നമ്മൾ ആപ്റ്റോയിഡിനകത്ത് കയറി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ആപ്ലിക്കേഷനും ഗെയിംസും എന്താണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്ത് TVയിലേക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാളേഷനാണ് പിന്നെ നടക്കുന്നത്. നമ്മളെ പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആപ്റ്റോയിഡും. പിന്നെ സ്വന്തം റിസ്കിൽ, അതൊരു ഫാക്ടറാണ് കേട്ടോ. സ്വന്തം റിസ്കിൽ വേണം ഈ ആപ്ലിക്കേഷൻസ് നമ്മളെ TVയിൽ യൂസ് ചെയ്യാം. ചിലപ്പം നമ്മളെ TVയുടെ OS ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്നിരിക്കും. അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം ഇതൊക്കെ അറിയാവുന്ന ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം. പിന്നെ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം, കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.